ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള കവളപ്പാറ കൊട്ടാരം കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കൊട്ടാരം ഏകദേശം 100-400 വർഷത്തിൽ അധികം പഴക്കമുള്ള ഒരു കൊട്ടാരമാണ്. അപ്പോൾ ഈ കൊട്ടാരം അന്നത്തെ കാലത്ത് ഭരിച്ചിട്ടുണ്ടായിരുന്നത് മൂപ്പിൽ നായർ, അതായത് നായർ കുടുംബത്തിലെ മൂത്ത പുരുഷനെ മൂപ്പിൽ നായർ എന്ന സ്ഥാനപ്പേരോട് കൂടിയിട്ടും അതേ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് നേത്തിയാരമ്മ എന്ന പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുടുംബത്തിലെ മൂപ്പിൽ നായരാണ് ഈ കവളപ്പാറ സ്വരൂപം ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ കൊട്ടാരത്തിന്റെ അകത്തേക്ക് കയറി ചെല്ലാം. അത് ഒരുപാട് എന്താ പറയാ 1964 മുമ്പ് വരെ മൂപ്പിൽ നായരായിരുന്നു ഇതിന്റെ ഫുൾ കൺട്രോൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം സ്വത്ത് തർക്കവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കൊട്ടാര റിസീവർ ഭരണമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ എന്താ പറയാ ഫുൾ അത് നശിച്ചു. ഈ കൊട്ടാരത്തിന്റെ ഒരു 100-ൽ 95 അല്ല 99 നശിച്ചു എന്ന് നമുക്ക് പറയാം. നമുക്ക് അകത്തേക്ക് പോവാം. ഇപ്പോ നമ്മള് കവളപ്പാറ കൊട്ടാരത്തിന്റെ പഴയ എൻട്രൻസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ ആയിരിക്കും അവരുടെ ഗേറ്റ് ഉണ്ടാവാം. അപ്പൊ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ മുകളില് കണ്ടോ, അവിടെയൊക്കെ ക്ഷയിച്ചു കഴിഞ്ഞു. പില്ലേഴ്സ് ഫുൾ വലിയ വലിയ തൂണുകൾ, ഭീമുകളിലാണ് ഈ കൊട്ടാരം ഇപ്പോഴും നിൽക്കുന്നത്. ഇതുണ്ടോ, കൊട്ടാരത്തുനിന്ന് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതവിടെ സൈഡില് ഒരു കോണിപ്പടി കാണും, മുകളിലേക്ക് ഒരു കോണിപ്പടി കാണും. ഇതിലൂടെ പോണത് ഭയങ്കര റിസ്ക് ആട്ടോ. ഇതാണ്ടോ, ഭയങ്കര മോശമായിട്ട് കിടക്കണതാണ്. കാരണം മുകളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതവിടെ ഓടൊക്കെ പൊളിഞ്ഞ്, ഓടല്ല അത് മരം, റൂഫിങ്ങൊക്കെ ഭയങ്കരമായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അകത്ത് ഒരു വഴിയുണ്ട്. അപ്പൊ അകത്തെ വഴി കൂടെയാണ് ഞങ്ങൾ ഇതിന്റെ അകത്ത് കയറിയത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു വലിയൊരു ഹാളാണ് തോന്നുന്നു, സെപ്പറേറ്റ് ഒരു ഹാള്. മച്ച് ഫുൾ മരമാണ്, മരത്തടിയിലാണ്, എല്ലാം ഈട്ടിയിലാണ് ഇവര് മരപ്പണി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊന്നും ഒരു വ്യത്യാസവും ഈ ഭാഗത്തേക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു വരാന്ത പോലെയാണ്. വരാന്തയിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് കുറെ കുഞ്ഞു കുഞ്ഞു മുറികളാണ്, ബെഡ്റൂം പോലെയുള്ള മുറികളാണ്. പിന്നെ ഈ സൈഡ് മരപ്പടി, ഒരു കോണിപ്പടി ഉണ്ട്, മുകളിലേക്ക് കയറി പോകാനുള്ള കോണിപ്പടി ഉണ്ട്. അകത്തേക്ക് കയറാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഇരുട്ടാണ്. ഈ ഒരു മുറിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഇതപ്പുറത്തൊരു മരവും ഇതവിടെ പഴയ അവരുടെ ഒരു ഇരുമ്പ് പെട്ടിയുണ്ട് കേട്ടോ. അതൊക്കെ ദ്രവിച്ചു, ഒന്നുമില്ല. അപ്പൊ ഇതിലും മച്ച് വന്നിട്ട് ഈ മരമാണ്. അപ്പൊ ഈ കൊട്ടാരത്തില്, അതായത് മൂപ്പിൽ നായർ ഏറ്റവും അന്നത്തെ കാലത്ത് ഒരു നല്ലൊരു മനുഷ്യനാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ആ സമയത്ത് കറണ്ട് ഒന്നും ഇവിടെ കിട്ടാത്തൊരു സമയമായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ചുറ്റുഭാഗത്ത് എവിടെയും കറണ്ട് ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ കൊട്ടാരത്തിന് അന്നത്തെ കാലത്ത് കറണ്ട് കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവിടെ ഒരു വാതില്, മരത്തിന്റെ ഒരു നല്ല ഉറപ്പുള്ള ഒരു വാതിലുണ്ട്. ഇതാണ്ടോ, ഓടാമ്പല്, പണ്ടത്തെ വീടുകളിലെ ഓടാമ്പലും, പിന്നെ ഇതങ്ങനെ ഒരു ചങ്ങല, ഒരു കൊളുത്തുണ്ടാവും. പിന്നെ ഇതവിടെ ഒരു കമ്പി ഇങ്ങനെ ഇടുന്നത്, കമ്പിയൊന്നുമില്ല, ഓടാമ്പല് ഇതാ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, അത്രയും. പിന്നെ ഇതവിടെ ഇങ്ങനെ കുറെ ഓടിന്റെ ഒക്കെ സംഭവങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അതൊക്കെ പൊളിച്ചിരിക്കും. മരത്തിന്റെ ഒരു കോണിപ്പടി ഉണ്ട്, അതിലൂടെ കയറി പോവാണ്. സ്വന്തം റിസ്കിലും വേണം നമ്മളിതിൽ കയറി പോവാൻ. അതിന്റെ മുകളിലൊന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ നേരെ താഴെത്തിന്ന് വരും. ഫുള്ള്, അതായത് മരത്തിലാണ് ഉണ്ടാക്കിയിരിക്കണമെങ്കിലും അതൊക്കെ ദ്രവിച്ചിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം ഇതിന്റെ അകത്തേക്കാണ് വരുന്നത്. ഇതാണ്ടോ, പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു കൊട്ടാരം. യെസ്, ഇവിടെ അടുക്കള നമുക്ക് ഇപ്പൊ നമ്മള് രണ്ടാമത്തെ നിലയില്, അതിന്റെ ഈ കൊട്ടാരത്തിന്റെ
രണ്ടാമത്തെ നിലയിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ അവരുടെ വ്യവസായ അതായത് ബിസിനസ് കാര്യങ്ങളുടെ കണക്കുകൾ, അന്നത്തെ കണക്കുകളൊക്കെ ഉള്ള ഇതുണ്ടോ കടലാസുകളാണ് കേട്ടോ അതുള്ളത്. ബാലൻസ് എന്താ ഓൺ അക്കൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ്, ഓൺ അക്കൗണ്ട് ഓഫ് റെന്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, മെയിൻ്റെനൻസ് ഓഫ് ദ മാനേജേഴ്സ് ഓഫീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാ അതെല്ലാം ദ്രവിച്ച് എല്ലാം കത്തി നശിപ്പിച്ചിരിക്കുന്നു. ഒരു വർഷം എന്തെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നു വെച്ചാ ആ എൻട്രൻസിൽ നിന്ന് നമ്മൾ കോണി പടി വഴി നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ ഈ ഭാഗത്ത് വന്നിട്ട് കംപ്ലീറ്റ് ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ അകത്തൊരു കോണിപ്പടി അകത്തുനിന്ന് നമ്മൾ വരികയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ കയറി വരാം. ഇത് ഭയങ്കര റിസ്ക് ആണ്, കാരണം അവിടെയൊക്കെ പല കോണിപ്പടികളും പല പലകകളും പോയിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു അവരുടെ ബാത്റൂം, ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടോ ഒരു അവരുടെ കഴുക്കോല് എന്ന് വെച്ചാൽ ആ ഒരു ഫ്രെയിമിലാണ് ഈ ചുമര് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഓടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ഇതവിടെ ചുമരൊക്കെ വെണ്ട് വീഴി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഭയങ്കര കഷ്ടമാണ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഇതാ ഇതും ബാത്റൂം ആയിരുന്നു തോന്നുന്നു, ബാത്റൂം ആയിരുന്നു. ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു ബെഡ്റൂം ആയിരിക്കാം. ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ, കവളപ്പാറ കൊട്ടാരത്തിന്റെ ഒന്നാമത്തെ നിലയിൽ ഒരു ബാൽക്കണി, ഇപ്പുറത്തെ ഒരു വരാന്ത, ഇവിടെ ഒരു ചെറുതല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഒരു 4 തൂണ്, ഈ ബാൽക്കണിയുടെ ഈ ഭാഗത്ത് വന്നിട്ട് 4 തൂണുണ്ട്. മരത്തൂണാണ് കേട്ടോ, തടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റത്തടിയാണ്. താഴത്തുനിന്ന് തൊട്ടിട്ട് ഏറ്റവും മുകളിൽ വരെ നോക്കുകയാണെന്ന് വെച്ചാൽ ഒറ്റത്തടിയിലാണ്. പിന്നെ 4 ബീം, അതും എല്ലാം ഒറ്റത്തടിയിലാണ്. പിന്നെ റൂഫ് വന്നിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ എല്ലാം മരം എന്നാണോ, എല്ലാം തേക്ക്, വീട്ടി, അങ്ങനത്തെ മരങ്ങളാണ്, മരപ്പണികളാണ് ഇവര് ചെയ്തിരിക്കുന്നത്. അല്ല അന്നത്തെ കൊട്ടാരത്തിൽ വന്നിട്ട് അവർക്ക് എമൗണ്ട് ഒരു പ്രശ്നമല്ലല്ലോ. വേണ്ട. പിന്നെ ഇവിടെ സെന്ററിൽ ഒരു വാതിലുണ്ട്. വാതില് ഓടാമ്പല് പൂട്ടിയിരിക്കുകയാണ്, തുറക്കാൻ പറ്റില്ല. ഓടാമ്പല് ഇട്ടിരിക്കുകയാണ്. അകത്തുനിന്ന് നമ്മള് ഷോർട്ട് കട്ട് വഴി വന്നപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടതാണ്, മുറികളൊക്കെ കണ്ടതാണ്. പക്ഷെ ഇതിന്റെ അകത്തേക്ക് വരുമ്പോ സ്വന്തം റിസ്കിൽ നമ്മൾ വരിക, കാരണം കോൺക്രീറ്റ് അല്ല. ഇതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. അകത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതാണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് നശിച്ചു, എല്ലാം വീണ് കഴിഞ്ഞു. ഓട് കാര്യങ്ങള് ഇതാണ്ടോ ഓട്ടയായി, ഫുള്ള് ഓട്ടയായി. ഇവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ. അവര് നിലപ്പണി ഇതാ കംപ്ലീറ്റ് ഓടൊക്കെ പൊട്ടി വീണു. ഇതപ്പോ ഈ റൂഫ് എന്ന് പറയുന്നത് ഈ മരത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് വന്നിട്ട് ഒരു ഇതിന്റെ അകത്തേക്ക് ബാൽക്കണിക്ക് വരാനുള്ള ഒരു എൻട്രൻസ്, ഒരു കുഞ്ഞ് മരത്തിന്റെ ഒരു വാതിലൊക്കെ ഉണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഇത് അതിനായിരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ടാവാം. സ്ലിപ്പ്, ജസ്റ്റ് മിസ്. ലൈവായിട്ട് ഇപ്പൊ കണ്ടേനെ. ഇതവിടെ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് നമ്മളെ മുകളിലത്തെ നിലയിലാണ്. ഇതാണ്ടോ ചവിട്ടുപടിയുടെ വീതി നോക്കൂ. ഇത്രയും മഴയും വെയിലും ഒക്കെ തട്ടിയിട്ട് പോലും ഇതിനൊന്നും ഒരു വ്യത്യാസവും, ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. വാതിൽ ഇതൊക്കെ വീട്ടിയായിരിക്കും അല്ലേ, വീട്ടിയാണ്. കളറ് കൊണ്ട് ഡാർക്ക് ബ്രൗണ്, തേക്കല്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും ഇതിന്റെ മുകളിൽ മച്ചിൽ വന്നിരിക്കുകയാണ്. കൊട്ടാരത്തിന്റെ മച്ചിന്റെ മുകളിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മളൊന്നുമില്ല, ജസ്റ്റ് ഓടും കൈക്കോലുകളും അവര് ആ ജോയിന്റ് ഒക്കെ ചെയ്തിട്ടുള്ള മരത്തിന്റെ, അതായത് ഇതാണ്ടോ എങ്ങനെയാണ് ജോയിന്റ് ചെയ്തിരിക്കുക. ഇങ്ങനത്തെ ഒന്നും നമുക്ക് ഇപ്പൊ ഒരു വീട്ടിലും നമ്മൾ ഓടിട്ട വീടാണെങ്കിലും എത്ര പഴയ മോഡലിൽ കിട്ടുകയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പണിയൊന്നും നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. ഇതാണ്ടോ കണ്ടോ, കുറച്ച് സ്ക്രൂ കാര്യങ്ങള് ഉള്ള സംഭവങ്ങള്. ഈ ഇവിടുത്തെ ഓരോ ഓടിനും തൂണിനും ഒക്കെ ഉണ്ടാവും 100 കഥകള് പറയാൻ. പിന്നെ ഇവിടെ വന്നിട്ട് ആ മച്ചിന്റെ ബാക്കി കണ്ടില്ലേ, എല്ലാം മരമാണ്. അപ്പൊ ഈ കൊട്ടാരത്തിന്റെ അകത്ത് പുറകു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്പേഷ്യസ് ആയിട്ട് ഒരു സ്ഥലം കാണും. അപ്പുറത്താണ്
ഊട്ടുപുര. അപ്പൊ ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഊട്ടുപുരയും അതിന്റെ അകത്ത് അമ്പലമുണ്ട്. പിന്നെ ഇതായിരിക്കും അതിന്റെ പടിപ്പുര, പണ്ടത്തെ പടിപ്പുരയാണ് ഈ കാണുന്നത്. കണ്ടോ, മരമൊക്കെ ചെടികളും കാടും പിടിച്ചു കിടക്കുന്നത് പണ്ടത്തെ പടിപ്പുരയാണ്. പിന്നെ ഈ ഒരു പോർഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാ, കണ്ടോ, ഏറ്റവും വണ്ണം കൂടിയിട്ടുള്ളൊരു മരത്തടിയാണ്. ഇത് എത്ര ഉണ്ട്, ഇത്രയും വണ്ണമുള്ള മരത്തടി. പക്ഷെ ഈ ഒരു ബീം നിൽക്കുന്നത് കരിങ്കല്ലിലാണ്. കണ്ടോ, കരിങ്കല്ലിലാണ്. 4 മരത്തടികളുണ്ട്. ഈ 4 മരത്തടി നിൽക്കുന്നത് അവര് ബേസ് എന്ന് പറയുന്നത് മരത്തടിയാണ്. പിന്നെ ഞാൻ മുകളിൽ കാണിച്ചു തരാം. അതാണ്ടോ, ഇതെങ്കിലും അയ്യോ ഇതാ, ഇത് നോക്കൂ, നല്ല ചിത്രപ്പണികളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. മാറാല, ഓ മൈ ഗാഡ്, വേണ്ടോ, നല്ല ചിത്രപ്പണികൾ. 4 സൈഡിലും ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ കാലത്തെ വീട്ടില് വലിയ വലിയ പില്ലേഴ്സ് ഉണ്ടാവും അല്ലേ, കോൺക്രീറ്റ് പില്ലേഴ്സ് ആയിരിക്കും. പക്ഷെ പണ്ടത്തെ കാലത്തെ പില്ലർ ഈ മരത്തടിയാണ്. അത് തന്നെയാണ് ഈ കൊട്ടാരം ഇത്രയും ക്ഷയിച്ചിട്ട് പോലും അത് നിൽക്കുന്നതിന്റെ ഒരു കാരണം ചിലപ്പോൾ ഈ പില്ലേഴ്സ് ആയിരിക്കാം. പിന്നെ നോക്കൂ, ഇതെവിടെയൊക്കെ ഈ ഒറ്റത്തടിയിലുള്ള ഈ മരത്തിന്റെ വണ്ണേ നമുക്കൊരു 5-8 ബാദലുണ്ടാക്കാം ഒരു തടിയിൽ നിന്ന്. അത്രയും ഹെവി ആയിട്ടുള്ള മരമാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ നശിച്ചു പോവാന്ന് പറയുമ്പോഴേ, നമ്മൾ എത്രയോ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കൊട്ടാരങ്ങളുണ്ട്, അതൊക്കെ എത്ര നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇതൊരു സ്വത്ത് തർക്കത്തിന്റെ പേരില് കംപ്ലീറ്റ്, അതായത് ആ പണ്ടത്തെ കംപ്ലീറ്റ് നശിച്ചു. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കവളപ്പാറ കൊട്ടാരത്തിലെ ഊട്ടുപുര. പുറത്തുനിന്നും അതുപോലെ തന്നെ ബ്രാഹ്മിൻസ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ, ഝാൻസി റാണിയോ ഇതവിടെ ഓടിന് എഴുതിയിരിക്കുന്ന മലയാളം അല്ല തമിഴില് ഝാൻസി റാണി, വല്ല കമ്പനിയുടെ പേരായിരിക്കും അല്ലേ. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓടുകളായിരിക്കും അത്. സെന്ററിലെ ഒരു അമ്പലവും തൊട്ടടുത്തുള്ളത് ഊട്ടുപുര. ഇപ്പൊ അമ്പലം മടങ്ങി കിടക്കുന്ന സമയമാണ്. ഈ ഊട്ടുപുരയ്ക്ക് ഇവിടെയൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല വെട്ടുകല്ലും ഇപ്പൊ ജനലൊക്കെ അവര് പുതുതായിട്ട് അവര് ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ മോഡലിലായിരിക്കും അവര് ഉണ്ടാക്കുക. ഓടൊക്കെ വന്നിട്ട് ആ പഴയ നാലുകെട്ടത്തെ പഴയ ഓടന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് ഈ ഊട്ടുപുര ഉള്ളത്. എൽ ഷേപ്പ് കണ്ടോ, പണ്ടത്തെ അതേ ഒരു വ്യത്യാസവും ഒന്നുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞതൊക്കെ അവര് രണ്ടാമതിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടുത്തെ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ഇപ്പുറത്തെ ശിവനും ഇപ്പുറത്തെ മഹാവിഷ്ണു. അപ്പുറത്തെ ഒരു അമ്പലക്കുളം ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അമ്പലക്കുളം. നിറയെ അമ്പലമൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നമ്മള് കടക്കുമ്പോ തന്നെ അത് ഇനി വല്ല അത്താണി പോലത്തെ കല്ലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വേണ്ടോ, അതിപ്പോ പാലാക്കിയിട്ടൊക്കെയാണ് അവര് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരത്തിന്റെ പുറകില് അവരുടെ സർപ്പക്കാവുണ്ട്. ആ കാവിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു കാവിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ പണ്ട് ഒരുപാട് കഥകള് ഉണ്ട്. ഒരു 2 കഥ ഈ ഒരു സർപ്പക്കാവുമായിട്ട് ബന്ധമുള്ള ഒരു 2 കഥ ഞാൻ പറഞ്ഞുതരാം. പണ്ട് തൃപ്പൂണിത്തുറ കൊട്ടാരത്തില് ഒരു തമ്പുരാനെ പാമ്പ് കടിച്ചു. ഭയങ്കര വിഷമുള്ള ഒരു സർപ്പമാണ് ആ തമ്പുരാനെ കടിച്ചത്. അപ്പൊ അവര് കുറെ വൈദ്യന്മാരെയൊക്കെ നോക്കി, പക്ഷെ രക്ഷപ്പെടില്ല, അതായത് ജീവൻ കിട്ടില്ല, തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ആ തമ്പുരാനെ ഈ കവളപ്പാറ കൊട്ടാരത്തിൽ എത്തിച്ചു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മൂപ്പിൽ നായർ, ആ സമയത്ത് മൂപ്പിൽ നായർ വലിയൊരു ജ്യോതിഷ്യ പണ്ഡിതനും വൈദ്യ ശിരോമണിയും പ്രശസ്തനായ ഒരു വിഷവൈദ്യനും കൂടിയായിരുന്നു ആ മൂപ്പിൽ നായർ. അങ്ങനെ ആ മൂപ്പിൽ നായർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നാഗകന്യയ്ക്ക് പൂജിച്ച തീർത്ഥ ജലം എടുത്തിട്ട് തമ്പുരാന്റെ മേലെ തെളിച്ചു. അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളൊരു കഥയും കൂടെ ഉണ്ട്.
പിന്നെ മറ്റൊരു അവസരത്തില് കോഴിക്കോട് സാമൂതിരി രാജാവിന് വിഷാംശത്തിലുണ്ടായ ഭയങ്കരമായിട്ട് വയറുവേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നപ്പോ നമ്മുടെ മൂപ്പിൽ നായർ അദ്ദേഹത്തിന്റെ ആരാധനമൂർത്തിയായ ഇവിടുത്തെ നാഗകന്യകയുടെ സഹായത്താൽ ആ വയറുവേദന മാറ്റിയെടുത്തു എന്നുള്ളൊരു ഇതാണ് രണ്ടാമത്തെ കഥ. അങ്ങനെ അതിന്റെ ഉപകാര സ്മരണയായിട്ട് ആ കോഴിക്കോട് സാമൂതിരി രാജാവ് 101 പറയുടെ അപ്പം നാഗകന്യകൾക്ക് നേരുകയും അതുപോലെ തന്നെ ആ അപ്പം എന്താ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ചാൽ ഈ നാട് മുഴുവൻ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പതിവ് ഏകദേശം ഒരു 50 വർഷം മുമ്പ് വരെ ഇവിടെ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പണ്ട് ഈ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ കല്യാണം നടത്തുന്നത് അവര് പുറത്തൊന്നുമല്ല കല്യാണം നടത്തുക, ഈ ഒരു 4 കെട്ടിലാണ് അവര് കല്യാണം നടത്തുക. അതേപോലെ ഈ അമ്പലത്തിലുള്ള പൂജകള് അങ്ങനത്തെ ഒരുക്കങ്ങളൊക്കെ ഈ ഒരു 4 കെട്ടിലാണ് അവര് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അത് ഇവിടെ കൊത്തുപണിയൊക്കെ ചെയ്ത മരത്തടികളാണ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ തടിയും വന്നിട്ട് നല്ല കട്ടിയാണ്. ഇതാ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത കരിങ്കൽ തൂണാണ്. ഇതാ ഒറ്റ തടിയാണ്, താഴെയും കരിങ്കല്ലിന്റെ ഒരു അവർ ഫിക്സ് ചെയ്തിരിക്കുന്ന കരിങ്കല്ല് തന്നെയാണ്. മരത്തൂണല്ല, അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക. പിന്നെ ഇതവിടെ ഒറ്റ ബീമാണ്. ഇതൊക്കെ വന്നിട്ട് ഒരൊറ്റ ബീമിലാണ്. ഇതാണ്ടോ ഇവിടെ വന്നിട്ട് ആ അറ്റ വരെ ഉള്ളത് ഒറ്റ ബീമാണ്. ഇതിന്റെയൊക്കെ ബലം തന്നെയായിരിക്കും ഇപ്പോഴും അതുപോലെ നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ ക്ഷയിച്ച് ഒന്നും പൊട്ടിപ്പൊളിഞ്ഞതാ. വെട്ടുകല്ലിലാണ് പണി കഴിച്ചിരിക്കുന്നത്, കല്ലിലാണ്. ഇതിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാ എന്താ ഓട് ഒരു സാധനം പോലും ഇവിടെ ഇല്ല. കൈക്കോലും പട്ടികയും മാത്രമേ ഉള്ളൂ മുകളില്. ഇതാ വാതില്, എവിടെയൊന്നും തൊടാനൊന്നും പറ്റില്ല. തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ തലയിൽ വീഴുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇതാണ്ടോ ഇത് അവര് കോലായി, പണ്ടത്തെ കോലായിയാണ് ഇതിന്റെ അകത്ത്. ഇവിടെയാണ് അവര് കോളം. വേണ്ടോ എത്ര ശുദ്ധമായ വെള്ളമാണ്, പച്ചക്കളറില്. ഒരുപാട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇടിയാനുള്ള സാധ്യത ഉണ്ട്. അവിടെയാണ് കൽപ്പടവ്. ആ സൈഡിൽ കൂടെ തോന്നുന്നു അവിടെ ഇറങ്ങണത്. ഞാൻ നിൽക്കുന്ന സ്ഥലം വരെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അപ്പുറത്തേക്ക് ഇടിയോ എന്നുള്ളത് അറിയില്ല. ഇവിടെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ കവളപ്പാറ കൊമ്പൻ കുളിച്ച സ്ഥലം. അവിടെയാണ് പടവുകൾ. ആ സൈഡിൽ കൂടെയാണ് അപ്പൊ ഇറങ്ങി വരുന്നത്. സ്റ്റെപ്പൊക്കെ ഉണ്ട് അപ്പുറത്ത്. അത് ഏകദേശം ഒരു 10.25 ഏക്കറുള്ള സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചുറ്റും നടക്കുന്ന സമയത്താണ് ഈ ഒരു കരിങ്കല്ലിന്റെ ഒരു പാളി കണ്ടത്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ നിന്ന് ഈ വെള്ളം ബാത്റൂമിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് ഈ അന്നത്തെ കാലത്ത് അവർ കരിങ്കല്ലിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവം കണ്ടപ്പോ പറയണമെന്ന് തോന്നി. അപ്പൊ പണ്ട് ഈ കൊട്ടാരത്തില് മൂപ്പിൽ നായർ ഓട്ടം തുള്ളൽ, കഥകളി, ചാക്യാർകൂത്ത്, പുരാണ നാടകങ്ങൾ എന്നീ പുരാണ കലയെയും അതേപോലെ തന്നെ കലാകാരന്മാരെയും ഈ കൊട്ടാരം സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു വലിയൊരു പ്രമുഖ സദസ്സ് തന്നെ ഈ കൊട്ടാരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊട്ടാരത്തിലെ കഥകളി യോഗങ്ങൾ വളരെ പ്രസിദ്ധമായിരുന്നു. അപ്പൊ അങ്ങനെ മഹാകവി വള്ളത്തോൾ ആ കലാമണ്ഡലം സ്ഥാപിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായത് ഇവിടത്തെ കഥകളി യോഗങ്ങളായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെയാണ് അന്നത്തെ കാലത്ത് മൂപ്പിൽ നായർ തഞ്ചാവൂര്, അതേപോലെ മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെ വിദേശികൾക്കായിട്ട് കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ അവസരം അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അതിഥികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം താമസ സ്ഥലം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ താമസ ത്തിന്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. അതൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. കല്ലൊക്കെ ഇങ്ങനെ
കിടക്കുന്നുണ്ട്. മരങ്ങളൊക്കെ അതിന്റെ ഇടയിൽ വളർന്ന് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു അതിഥി മന്ദിരത്തിന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഷ്ടകൂൺ എന്നായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അന്ന് ഈ കെട്ടിടത്തിന്റെ ചുമർ ചിത്രങ്ങൾ വളരെയധികം പ്രസിദ്ധം ആയിരുന്നു. അതുപോലെ തന്നെയാണ്. അപ്പോൾ ആ അഷ്ടകൂൺ മന്ദിരത്തിന്റെ തറ മാത്രമേ ഇന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് മാത്രമാണ് അതിന്റെ ഒരു ബാക്കി അവശേഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു തറ മാത്രമേ ഇവിടെ ഉള്ളൂ. പണ്ട് മൂപ്പിൽ നായർക്ക് ഒരു ആന ഉണ്ടായിരുന്നു. ഒരു കഥ പറഞ്ഞുതരാട്ടോ. ആ ആനയുടെ പേര് ചക്രവർത്തി എന്നായിരുന്നു പേര്. അപ്പോ കവളപ്പാറ കൊമ്പൻ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കുറുമ്പനായിരുന്നു. അതായത് കുറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കുറുമ്പായിരുന്നില്ല, ആൾക്കാരെ കൊല്ലുക. അതായത് ഏകദേശം 29 പാപ്പാന്മാരെ കൊന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോ പുള്ളിക്കാരൻ ഭയങ്കര വാശിക്കാരനാ. കാരണം ഇവിടെ ഉത്സവങ്ങൾക്കൊക്കെ തിടമ്പേറ്റുമല്ലോ, ആ തിടമ്പ് പുള്ളിക്കാരന് തന്നെ നമ്മുടെ കവളപ്പാറ കൊമ്പന് തന്നെ എടുക്കണം എന്നുള്ളത് ഭയങ്കര വാശിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു വാശി കൊച്ചി രാജാവ് അറിഞ്ഞു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഉത്സവത്തിന് ഈ നമ്മുടെ കൊമ്പനാണ് അവിടുത്തെ ഹൈലൈറ്റ്. പക്ഷെ ആ സമയത്ത് തിടമ്പ് കൊടുത്തത് കൊച്ചി രാജാവിന്റെ ആനയ്ക്കായിരുന്നു. പക്ഷെ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല നമ്മുടെ ചക്രവർത്തിക്ക്. പുള്ളിക്കാരൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആനനെ അപ്പൊ തന്നെ കുത്തി ആ ആന ചരിഞ്ഞു. അങ്ങനെ ദേഷ്യപ്പെട്ട് ആ അമ്പലത്തിന്റെ വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പാപ്പാന്മാര് പരമാവധി ശ്രമിച്ചു, അടക്കി നിർത്താൻ ശ്രമിച്ചു, കേട്ടില്ല. അപ്പോ പാപ്പാൻ എന്താ ചെയ്തത്? കുഞ്ഞൻ നായർ, അതായിരുന്നു ആ പാപ്പാന്റെ പേര്. ആ പാപ്പാൻ തുമ്പിക്കൈക്ക് നല്ലൊരു അടി വെച്ചു കൊടുത്തപ്പോ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപ്പാനെ അങ്ങനെ തുമ്പിക്കൈ എടുത്ത് ചുഴറ്റി അടിച്ച് കൊന്നു കഴിഞ്ഞപ്പോഴാണ് ആനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. അങ്ങനെ ആന എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ തുമ്പിക്കൈയിൽ അങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുമ്പോൾ ഇതൊരു പറ്റിയൊരു അവസരമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി രാജാവിന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ് മൂപ്പിൽ നായർ. അപ്പൊ അവർക്ക് ബ്രിട്ടീഷ് പോലീസിന്റെ സഹായത്തോടു കൂടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആനയെ കൊല്ലാൻ വേണ്ടിയിട്ട് പോലീസിനെ അയക്കും. അങ്ങനെ പോലീസിനെ അയച്ചതിന് ശേഷം എന്താ ഉണ്ടാവുക? പോലീസ് ആനനെ വെടിവെച്ച് കൊല്ലാണ്. അങ്ങനെ ആന ഭയങ്കര അലർച്ചയോടുകൂടെ ആന ചരിയുകയും ഒപ്പം തന്നെ ആ എന്താ പറയാ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആരെ ആ കുഞ്ഞൻ നായരെ എന്ന് പറയുന്ന ആ ഒരു ആനപ്പാപ്പാനെ ചേർത്ത് പിടിച്ചിട്ടാണ് ആന ചരിഞ്ഞത് എന്നുള്ളൊരു കഥയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ ഷൂട്ടിംഗ്, നമ്മുടെ വ്ളോഗിലെ ആദ്യത്തെ ഒരു ഷൂട്ടാണ്. പുറത്ത് വന്നിട്ട് നമ്മൾ ഒരു കൊട്ടാരം കാണിക്കുന്നത് കവളപ്പാറ കൊട്ടാരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.